എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇനിയിപ്പോൾ വിഷുവിൻ്റെ തിരക്കിലേക്കാണ് എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ കാണാനുള്ള നേരം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എങ്കിലും കുറച്ച് പേരൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകാം. ആഘോഷങ്ങളില്ലാതെ ഒതുങ്ങിക്കൂടി ആരും വരാതെ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന കുറച്ചധികം പേരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്ക് കാണാനായിട്ട് വേണ്ടി ആ ഒരു ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. കാരണം ഇനിയിപ്പോൾ തിരക്കാണ് കൂടുതലും. വെക്കേഷൻ ടൈം ആകുമ്പോൾ കുട്ടികളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വിരുന്ന് പോവുക, ടൂറ് പോവുക, ഇങ്ങനെയുള്ള തിരക്കിലേക്കാണ് എല്ലാവരും. അപ്പോൾ ഈ വെക്കേഷൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും വീട്ടമ്മമാർ ബിസി ആയിരിക്കും. എല്ലാവർക്കും ഒന്നും വീഡിയോ കാണാൻ പറ്റില്ല, അതൊക്കെ എനിക്കറിയാം. എങ്കിലും ചുരുക്കം ചില ആളുകൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ്, നമ്മളുടെ വോട്ട് ചെയ്യാൻ പോയ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അന്ന് വോട്ട് ചെയ്യുന്ന പോകുന്നതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം തന്നെ റെഡിയായിട്ട് പോകണം, ഒരു 10 മണിക്ക് തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാനിന്ന് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ തട്ടെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ച് അത് ഞാൻ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ആ തട്ടൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി 2 തട്ടും അതിനകത്തേക്ക് എടുത്ത് വെച്ച്. അപ്പോൾ ചൂടുള്ള തട്ടിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് തന്നെ വിട്ടൊക്കെ പോരും, എളുപ്പമാണ്. അത് പിടിയപ്പോയാലും നമ്മുടെ മാവ് ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നതായാലും അങ്ങനെ തന്നെ. ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് തന്നെ കൈ പൊള്ളാതെ ഇതൊന്നും ഇങ്ങോട്ട് കുഴച്ചെടുക്കുക, അതൊക്കെ വലിയ ഉപകാരമാണ് ശരിക്കും. അങ്ങനെ അത് സ്റ്റാൻഡ് മിക്സറിലേക്ക് വെച്ച് കുഴക്കാനും വെച്ചിട്ടാണ് ഒരു 5 മിനിറ്റ് അവിടെ മൂടി വെച്ചേള്. എന്നിട്ട് അപ്പം തന്നെ ഭയങ്കര ചൂടാണ്, ആവി പറക്കുന്നത് കാണാൻ പറ്റും. കൈ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് കുഴക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാൻഡ് മിക്സർ വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയേക്കുന്നത്. കാരണം നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കണേ. മതി നല്ല രീതിയിൽ കുഴച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്തിട്ട് എനിക്ക് ആ ഈ സേവനാഴിയിൽ പിടിക്കാനേ പറ്റണില്ല കേട്ടോ, അത്രയും ചൂടാണ്. എങ്കിലും ഞാൻ വിചാരിച്ച് നമുക്ക് പോകാനുള്ളതല്ലേ, അപ്പോൾ ഇനിയും സമയം കളയണ്ടെന്ന് വിചാരിച്ച് വേഗം തന്നെ ഇടിയപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. പിന്നെ ഇതിന് പാല് തന്നെയാണ് നമ്മളെപ്പോഴും കഴിക്കുക, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. തേങ്ങ ചിരണ്ടിയത് ഇഷ്ടം പോലെ ഫ്രിഡ്ജിലുണ്ട്, അതെടുത്തൊന്ന് മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പോൾ പാല് പിഴിയുമ്പോൾ അതിനകത്തേക്ക് ചിലവർ അരിപ്പൊടി ചേർത്ത് കുറുക്കിയിട്ട് എടുക്കും. പാലിൻ്റെ അത് അരിപ്പൊടി ചേർത്ത് കുറുക്കിയിട്ട് എടുക്കും. അല്ലെങ്കിൽ ഇതുപോലെ എനിക്കിഷ്ടം ശരിക്കും പച്ചക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, പപ്പയുടെ വീട്ടിൽ പാല് അരിപ്പൊടി ചേർത്ത് കുറുക്കി തിളപ്പിച്ചിട്ടാണ് എടുക്കുക, അതാണ് അവർക്കിഷ്ടം. അപ്പോൾ ഞാൻ പപ്പയുടെ വീട്ടിലായിരുന്ന സമയത്ത് അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അവരെല്ലാവരും അങ്ങനെയല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് നമ്മളതുപോലെ തന്നെ കഴിച്ചു. പക്ഷേ ഞാൻ എൻ്റെ മാത്രമുള്ള ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ മാത്രമായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇനി ഉച്ചയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു ഞാൻ. അതും കൂടി ഒന്ന് ചെയ്തു വെച്ചിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നടന്നില്ല, നേരെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഉച്ചക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ആക്കാമെന്നാണ് വിചാരിച്ചത്. ഇനി ചോറും കറികളൊക്കെ ഉണ്ട്. എനിക്കും പപ്പക്കും ചോറും കറികൾ കഴിക്കാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ചിക്കൻ കഴിക്കാം. പപ്പ ചപ്പാത്തിയും ചിക്കൻ കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും ഈ ഒരു മിക്സിംഗ് ബൗള് കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല, അതിനകത്തേക്ക് തന്നെ അങ്ങോട്ട് ചപ്പാത്തിയുടെ മാവ് അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ട് പോകാമെന്ന് വെച്ച്. ബാക്കി ഇനി കറി വരുമ്പോൾ വെക്കാം. ചപ്പാത്തി മാവ് അതിനകത്തിരുന്ന് നല്ല സോഫ്റ്റായിട്ട് വരെയും ചെയ്യും. അപ്പോൾ അങ്ങനെ സോഫ്റ്റായിട്ട്, അതായത് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഇരിക്കണമെങ്കിൽ ഇത് ഭയങ്കര ഒരു ലൂസായി പോയ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത്തിരി ഹാർഡായിട്ട് വെള്ളം കുറഞ്ഞ രീതിയിൽ ഞാനിതിനെ കുഴച്ച് വെച്ച്. അപ്പോൾ നമ്മൾ പോയി വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ഇതിൽ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അത്രയും 1-2 മണിക്കൂർ അങ്ങനെ വെക്കും. ഞാൻ അങ്ങനെയൊന്നും വെക്കാറില്ല. ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഉണ്ടാക്കിയാണ് ചെയ്യണത്. അപ്പോൾ കുറേ അധികം നേരം മാവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴുകും എന്നുള്ള ഒരു സംശയത്തിൽ ഞാൻ അധികം വെള്ളം ഒഴിക്കാതെ തന്നെ കുഴച്ചെടുത്ത് അതും കൂടി എടുത്ത് മൂടി വെച്ചേട്ടാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കലെ തന്നെയാണ് മാവും കുഴച്ച് വെച്ചത്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു മാവിൻ്റെ ഒരു ഉണ്ട ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഉണ്ടയും കൂടി ഇടിയപ്പം ആക്കി കഴിഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്ന് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ റോജറിനും റയനും എനിക്കും കൂടിയാണ് പോകേണ്ടത്. പപ്പ രാവിലെ തന്നെ പോയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വന്നിട്ടും പറഞ്ഞ് ഒട്ടും തിരക്കില്ല, പപ്പ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ചെന്നപ്പോൾ എന്ന് പറഞ്ഞു.
ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ വേഗം എന്ന് പറഞ്ഞ്. പക്ഷേ കുട്ടികളാരും എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അവർ റെഡി ആയിട്ടൊക്കെ വരട്ടെ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റയൻ കൊച്ചിൻ്റെ കന്നി വോട്ടായിരുന്നു. കാരണം റയൻ കൊച്ചി നാട്ടിലുള്ള സമയത്ത് ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. നാട്ടിൽ ഉള്ള സമയത്ത് ഇലക്ഷൻ ഉണ്ടായപ്പോൾ അവൻ്റെ പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പല ഇലക്ഷൻ ടൈമിലും ഇവന് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു വോട്ട്. ഇത്തവണ ഇപ്പോൾ ഇവൻ നാട്ടിലുണ്ട്. ഇത്തവണയും ലിസ്റ്റിൽ റയൻ്റെ പേരില്ല, റിച്ചാർഡിൻ്റെ പേരുണ്ട്. റിച്ചാർഡ് പക്ഷെ നാട്ടിലില്ല. അപ്പോൾ അങ്ങനെ ഇത്തവണയും വോട്ടില്ലല്ല. ഇതുവരെ ഇവന് വോട്ട് ചെയ്തിട്ടില്ല. അവന് വോട്ട് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിൽ തന്നെയും അങ്ങനെ വോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഇത്തവണയും പോയെന്ന് വിചാരിച്ചിരുന്ന് കുറച്ച് ദിവസം മുൻപാണ് റയൻ്റെ പേരും കൂടി ലിസ്റ്റിൽ വന്ന് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് തന്നത് കേട്ടോ. അപ്പോൾ അതോടുകൂടി റയന് ഇത്തവണ ആദ്യത്തെ വോട്ട് ചെയ്യാം എന്നൊരിത്. പിന്നെ നമ്മൾ വോട്ട് ചെയ്യാതെ ഒരിക്കലും ഇരിക്കരുത്. എപ്പോഴും നമ്മൾ വോട്ട് ചെയ്യണം. നമ്മളുടെ അവകാശം അത് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയായാലും വോട്ട് ചെയ്യണം. അപ്പോൾ റയൻ്റെ അടുത്ത് അത് പറഞ്ഞ് എന്തായാലും വോട്ട് ആദ്യമായിട്ട് നമുക്കിപ്പോൾ ലിസ്റ്റിൽ പേര് വന്ന സ്ഥിതിക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ രാവിലെ വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കണ്ടേ. എനിക്ക് റയൻ അതൊക്കെ ഇത്തിരി മടിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റയൻ മടിഞ്ഞെങ്കിലും ഞങ്ങൾ സമ്മതിച്ചില്ല, നമുക്ക് വോട്ട് ചെയ്യണം, ഇപ്പോൾ നമുക്ക് 3 പോയിട്ട് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. ഇപ്പോൾ റയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കമൻസിൽ എന്തോരോ ആളുകൾ പറഞ്ഞ് ഇതെല്ലാം ഞാൻ അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവന് ദേഷ്യം വരും. എനിക്കറിയാം ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്തൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞു തരണ്ട ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇത്തവണ റോജർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് റോജർ ഇങ്ങനെ പറഞ്ഞടാ എൻ്റെ കൂടെയുള്ള ആളിൻ്റെ ഇങ്ങനെ വർഷങ്ങളോളം അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പം നമ്മളുടെ ദഹനരസം ചുമ്മാ കിടന്ന് ഓടുക, ഇത് ഫുഡില്ലാതെ വെറുതെ കിടന്ന് ഓടുമ്പോൾ അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, നീ കഴിക്കുക. എന്തോ അതവന് മനസ്സിൽ എന്തോ ഒരു മാറ്റം വരുത്തി. ഏതായാലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. കുറച്ചേ കഴിക്കുള്ളൂ. അവന് കുറച്ച് കഴിച്ചാൽ മതി, കുറച്ച് മതി, കൂടുതലൊന്നും കഴിക്കണ്ട, അത് മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ വോട്ട് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞ് വോട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ റൂബിനെയും കൊണ്ട് കറങ്ങാൻ പോണത്. അല്ലാതെ പോയപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ റൂബിനെ കൊണ്ടുപോയിട്ടില്ല. അത് ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ പോകണമെന്ന് എടുത്തില്ല. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ. അങ്ങനെ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് 3 പേരും വോട്ട് ചെയ്തു. അപ്പോൾ റയൻ്റെ വോട്ട് ചെയ്തതെന്ന് കാണിക്കാൻ പറയുമ്പോഴത്തേക്കും സംഭവം അതെ നമ്മൾ ഓപ്പോസിറ്റ് വെയിൽ അടിക്കണ കൊണ്ട് തന്നെയും അത് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും വോട്ട് ചെയ്ത് അങ്ങനെ റൂബിനെയും കൊണ്ടൊന്ന് ബീച്ചിൽ കൂടിയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഈ നട്ടുച്ചക്കാണ് ഈ പോകുന്നത് കേട്ടോ. നട്ടുച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റോജൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞെടാ ഇപ്പോൾ പോകണം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അവരങ്ങോട്ട് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു മമ്മി തന്നെ എവിടെയാണ് കൊണ്ടുപോകാൻ പറ്റുക, എവിടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞ് ഒഴിവാകും. മെയിനായിട്ട് റൂബിയുടെ കാര്യം പറഞ്ഞിട്ട് ഒഴിവാകും. ഇപ്പം നമ്മൾ റൂബിനെ കൊണ്ടല്ലേ പോണത്, പിന്നെന്താണ് എനിക്ക് ഇത് റൂബിനെ എടുത്തോണ്ടല്ലേ പോകാൻ പോണത്, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് വോട്ട് ചെയ്തിങ്ങോട്ട് വരുന്ന വഴിക്കാണ് ചോദിക്കണതേ റൂബിനെയും കൊണ്ട് കറങ്ങാൻ പോകാമെന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞെടാ ഇപ്പം ഈ നട്ടുച്ചക്കൊക്കെ എങ്ങനെയാണ് പോണത്, പിന്നെ ഏറ്റവും വലുത് നമുക്ക് വീട്ടിൽ പണിയുണ്ടല്ലോ, ഇവർക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കണ്ടേ, അതൊക്കെ ഇവർ ചിന്തിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് അരിശമാണ്, അല്ലെങ്കിലും അതേ മമ്മി എവിടെയും വരൂല എന്നും പറഞ്ഞ് അങ്ങോട്ട് പരാതിയായി. അപ്പം ഞാൻ പറഞ്ഞാൽ പോകാം, ഒരു കുഴപ്പമില്ല, വാ റൂബിനെ എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞാണ് ഇപ്പോൾ റൂബിനെ വീട്ടിൽ വന്ന് എടുത്ത് റയൻ പോയിട്ട് ബെൽറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞാൻ കാറിലിരുന്നിട്ടാണ് ബെൽറ്റൊക്കെ ഇട്ടൊക്കെ കൊടുത്തത്. അങ്ങനെ റൂബിനെയും ബെൽറ്റിട്ട് ഇറക്കിയതാണ്. റൂബിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അവൾക്ക് ചൂട് താങ്ങാൻ പറ്റില്ല. ചൂട് നല്ല രീതിയിൽ ഈ ഒരു സമയം ചൂട് കൂടി നിൽക്കണ ഒരു സമയവുമല്ലേ. പിന്നെ അങ്ങനെ അവിടെ കയറി ഇത്തിരി പെട്രോളൊക്കെ അടിച്ചിട്ടാണ്. നമ്മുടെ കമാലക്കടവിലൊരു പെട്രോൾ പമ്പുണ്ട്, അപ്പോൾ നമ്മുടെ കായൽ തീരത്ത്. അപ്പോൾ അവിടെ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ റൂബിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്നതൊക്കെ കൊച്ചു പിള്ളേരെ പോലെ അവളിങ്ങനെ ആസ്വദിക്കട്ടെ, പെട്രോൾ അടിക്കണ അതും എല്ലാം ആസ്വദിക്കട്ടെ. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാറിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടന്ന് നോക്കണേണ് ആൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അവിടെ നിൽക്കണ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് റൂബിനെ കണ്ടിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ഗ്ലാസ് ഡോറൊന്നും അത് വിൻഡോ ഒന്നും താഴ്ത്തി കൊടുത്തില്ലായിരുന്നു. എങ്കിലും ആ കൊച്ച് കുറച്ച് നേരം അവിടെ നിന്ന് റൂബിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ നമ്മൾ സാധാരണ പോകുന്ന വഴി കൂടി അങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ്.
നമ്മുടെ റൂബി കൊച്ചി ഇടയ്ക്കൊന്ന് എത്തി നോക്കും പുറത്തോട്ട്. അപ്പോഴേക്കും നമ്മൾ ആ ഗ്ലാസ് ഒന്ന് താത്തി കൊടുക്കും. അപ്പോൾ അതിൽ കൂടി ഇത്തിരി തലയൊക്കെ ഇട്ട് പുറത്തേക്ക് നോക്കി കാഴ്ചയൊക്കെ കാണാം. അപ്പോൾ അതേ നമ്മളുടെ ബിഗ് ബിയുടെ ഹൗസ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയണത് പ്രീ വെഡ്ഡിങ് ഷൂട്ട്, നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്ങിനൊക്കെ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് ഇവിടെ നിന്നൊക്കെയാണ് ഫോട്ടോ എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളാണിത്. പിന്നെ ഇനി അപ്പുറത്തേക്ക് എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്, ഭയങ്കര മനോഹരമാണ്. അപ്പോൾ ഇതെല്ലാം എത്ര പ്രാവശ്യം പോയാലും നമ്മൾക്ക് മതിയാകാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ആസ്വദിച്ച് തന്നെ പോകുമല്ലോ. അതായത് നമുക്കൊരു മടുപ്പൊന്നും തോന്നില്ല, എത്ര തവണ ചുറ്റിക്കറങ്ങിയാലും നമുക്ക് മടുപ്പ് തോന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാർ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഒന്ന് നടന്നിട്ട് അവിടെ കുറേ വെള്ളക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കുറേ ഡ്രസ്സുകൾ വിൽക്കണ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇല്ലേ, അപ്പോൾ അവരുടെ സ്ഥലത്ത് നിന്ന് റോജറിനൊരു എന്താണ് പോഞ്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രസ്സില്ലേ, അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവൻ കുറച്ച് ദിവസമായി പറയണത് ഒരു പോഞ്ചോ മേടിക്കണം. ഇവിടെ ഇടാനല്ല, അവന് ബാംഗ്ലൂർ ഇടാനാണ്. കാരണം ബാംഗ്ലൂർ അതൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആളുകൾ ഭയങ്കര സ്റ്റൈൽ ചെയ്തൊക്കെ നടക്കണുണ്ട്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു, അവന് ഒരെണ്ണം മേടിക്കണം. അപ്പോൾ നമ്മുടെ എസ്രയുടെ വീട് ഇട്ടതാ കാണുന്നത്. എസ്രയുടെ വീട് എത്ര ഭംഗിയാണല്ലേ, നിറയെ ആ ബൊഗെയിൻ വില്ല നിറയെ പൂക്കളായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് ആ പോഞ്ചോ മേടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വണ്ടി ഇട്ട് ഞങ്ങൾ വീണ്ടും അപ്പുറത്ത് വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് വരണേണ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബംഗ്ലാവും പൂക്കളിങ്ങനെ പുറത്തേക്ക് നിൽക്കണില്ല, അതൊരു ഭയങ്കര ഒരു ഭംഗിയായിട്ട് ഭയങ്കര ഒരു രസമാണത്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പക്ഷേ ഒന്നും ഭംഗിക്ക് കിട്ടിയില്ല. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വെളിച്ചൊടിക്കണോണ്ട് തന്നെ നമുക്കത് ഒരു ഭംഗിയായിട്ട് കിട്ടിയില്ല. പിന്നെ ഇവളെയും പിടിച്ചിട്ട് എനിക്ക് അങ്ങനെ അവിടെ ഇവിടെ മാറി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ട റൂബി നടക്കണുണ്ട, റൂബിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇവിടെയൊക്കെ തണലാണ്, ഇവിടെ നിറയെ മരങ്ങളല്ലേ, ചൂടും വെയിലൊന്നും ഇല്ല, അങ്ങനെ കുഴപ്പമില്ല. ബീച്ചിലേക്ക് പോയപ്പോഴത്തേക്കുമാണ് ആകെ അവശത ചെയ്ത്. ശരിക്കും ഭയങ്കര ഒരു തണലും ഇല്ലാതെ ആ മൊത്തം വെയിലിങ്ങനെ കൊള്ളുമ്പോഴേ. അപ്പോൾ ഇവിടെ വന്ന് പോഞ്ചോക്ക് വില ചോദിച്ചപ്പോഴത്തേക്കും 700 ആണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെയുള്ള കടകളെല്ലാവരും ഒരു ഏകദേശം ഒരേ വിലയൊക്കെ തന്നെ ആയിരിക്കും. കാരണം അവർക്കല്ലെന്നുണ്ടെങ്കിൽ കച്ചവടം അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ അവരൊരു തീരുമാനത്തിൽ എത്തിച്ച് വെച്ചേക്കുന്ന വില ആയിരിക്കുമെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. ഏത് കടയിൽ ചോദിച്ചാലും ഒരേ വിലയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ കുറച്ചും കൂട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അടി നടക്കൂലേ. അപ്പോൾ അവർക്കത് ഒരു നിയമങ്ങളൊക്കെ ഉണ്ടാകും, ഇത്രയും രൂപ ഒക്കെ വെക്കാൻ പാടുള്ളൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് മേടിക്കാമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞില്ല മമ്മി, 1-2 കടയിൽ കൂടി ഒന്ന് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണേന്. അങ്ങനെ ഒരു കടയിൽ കയറി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 500 രൂപയാണ് പറഞ്ഞത് കേട്ടോ. 500 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു പാൻറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഒരുപോലെ ഇടണമെന്നുണ്ടെങ്കിൽ അതേ സെയിം പാറ്റേണിലുള്ള പോഞ്ചോയും അതിൻ്റെ പാൻറ്റും കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ കോൺട്രാസ്റ്റിൽ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഒരു വേറെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ആയിട്ടുണ്ടെങ്കിൽ ഇടാം. അങ്ങനെ ഇയാളുടെ കടയിൽ വന്നിട്ടാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ പച്ചക്കളറുള്ള പാൻറ്റും പച്ചക്കളറുള്ള പോഞ്ചോയുമാണ് ആദ്യം എടുത്തത്. ഇതാണ് പാൻറ്റ്, അതെ ഇതാണ് പോഞ്ചോ. അപ്പോൾ ഈ ഒരു സംഭവം രണ്ടും ഒരേ കളറായപ്പോഴത്തേക്കും റോജറിന് ഇഷ്ടപ്പെട്ടില്ല. റോജർ പറഞ്ഞത് അത് ഒരു ലൈറ്റ് ഷെയ്ഡ് ടോപ്പ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ ക്രീം കളറിലെ നേരെ മുകളിൽ കിടക്കണില്ലേ, അതാണ് എടുത്തത് കേട്ടോ. ഈ പച്ച പാൻറ്റും എടുത്ത് ആ നേരെ മുകളിൽ തൂക്കിയിട്ടേക്കണ ക്രീമും ഗോൾഡൻ പോലെ ബ്രൗൺ പോലെയുള്ള അതാണ് എടുത്തത്. അങ്ങനെ അത് 2 എടുത്തപ്പോൾ 900 ആയിട്ട്, രണ്ടും കൂടി 900 തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വില എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ ടൈപ്പ് ഡ്രസ്സുകളൊന്നും നോക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് 900 കുഴപ്പമില്ലെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ മേടിച്ച് കാറിൽ കൊണ്ടുപോയി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിത് ബീച്ചിലേക്ക് കയറിയപ്പോഴത്തേക്കും ഭയങ്കര ചൂടായി പോയിട്ടാ. പിന്നെ റൂബിനെ നമ്മൾ എടുത്തുകൊണ്ടൊക്കെ തന്നെ നടന്നു വെച്ചത്. ഇനി അവളുടെ കാല് പൊള്ളണ്ടല്ല എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ റോജർ പറയുന്നുണ്ട്, അവർക്ക് നമ്മളുടെ പോലെയല്ല മമ്മി, നമ്മൾക്ക് ചെരുപ്പിടണം, അവർക്ക് ചെരുപ്പൊന്നും വേണ്ട, അവരുടെ കാല് അതനുസരിച്ചിട്ടുള്ള അവരുടെ പോസ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കണം, അതനുസരിച്ചിട്ടാണ്. അങ്ങനെ ചൂടൊന്നും അവർക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് അവൾ നടന്നാലും കുഴപ്പമില്ല. അവനെങ്കിലും ഒരു പേടി, കാല് പൊള്ളണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടുതലും എടുത്തിട്ടുണ്ടാകുന്ന നടന്നു വെച്ചത്. പക്ഷേ എടുത്താലും അവൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടും കൂടി ആകുമ്പോൾ ഭയങ്കര കതപ്പായി. അങ്ങനെ പിന്നെ നമ്മൾ അധികമൊന്നും പോയില്ല. ഏകദേശം 1 മീറ്റർ വല്ലതും മുന്നോട്ട് പോയിട്ട് നേരെ തിരിച്ചു പോന്നു കേട്ടോ.
അപ്പോൾ അതെ ഇപ്പോൾ ഇവിടെ റൂബി നടന്നു വന്ന ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടായിരുന്നു എൻ്റെയും പപ്പയുടെയും ഈ ഒരു സ്ഥലത്ത് കേട്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്ത് ഒക്കെ ഇരുന്നിട്ട് എൻ്റെയും പപ്പയുടെയും പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ കല്യാണത്തിന് ശേഷം മാത്രമാണ് അങ്ങനത്തെ ഷൂട്ടിംഗ് എടുക്കുക, വീഡിയോ എടുക്കുക. ഇപ്പോൾ പ്രീ വെഡ്ഡിങ് ഷൂട്ട്, അതുപോലെ സേവ് ദ ഡേറ്റ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ, അന്ന് കല്യാണത്തിന് ശേഷം മാത്രമേ പെണ്ണും ചെക്കനും കൂടിയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയുള്ളൂ, അല്ലാതെ അതിന് മുമ്പൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഷൂട്ടിങ്ങൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ കാസറ്റ് അത് വീഡിയോ എടുത്ത ആൾ തന്നെ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി. മൊത്തത്തിലെല്ലാം കൂടി കുട്ടികൾ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ട്, കുട്ടികളുടെ ക്രിസ്നിങ്ങിൻ്റെ വീഡിയോ ഇത് കാസറ്റുകളായിരുന്നു എന്നൊക്കെ, വീഡിയോ കാസറ്റ്, പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വീഡിയോ കാസറ്റ്, മനസ്സമ്മതത്തിൻ്റെ വീഡിയോ കാസറ്റ്, ഇതെല്ലാം ഒന്നിച്ച് ഡിസ്കിലാക്കാൻ വേണ്ടി അങ്ങേരുടെ കയ്യിൽ കൊടുത്തതാണ്. അങ്ങേരെ അതെല്ലാം ആ ഒരു കിറ്റോട് കൂടി അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇനി നമ്മൾ അയാളെ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതേതായാലും സ്വർണ്ണോ പണമൊന്നും അല്ലല്ലോ അയാൾ സ്വന്തമാക്കി എന്ന് പറയാനായിട്ട്. ആർക്കും വേണ്ട ആ സാധനം, നമ്മൾക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷേ മറ്റുള്ള ആർക്കും വേണ്ടാത്തൊരു സാധനം. അതുകൊണ്ട് തന്നെ അത് അയാൾ ഒളിപ്പിച്ച് വെച്ചെന്ന് പറയാനൊന്നും പറ്റില്ല. അയാളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി, നഷ്ടം നമുക്കാണ് വന്നത്, അത്രമാത്രം. അങ്ങനെ അതെല്ലാം പോയി. അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ അതൊക്കെ കാണിച്ചു തരാമായിരുന്നു എന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അത്രയും നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. ഞങ്ങളുടെ ഈ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അതായത് റൊമാൻറ്റിക് അല്ലാത്ത പപ്പനെ വെച്ചിട്ടുള്ള വീഡിയോഗ്രാഫി, എൻ്റെ ദൈവമേ, അന്ന് എനിക്കറിയില്ല പപ്പ റൊമാൻറ്റിക് അല്ല എന്നുള്ളത്. പിന്നീടാണല്ലോ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് ചിരി വരും. എൻ്റെ ദൈവമേ, ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഒരാളെ വെച്ചിട്ട് അവർ അഭിനയിപ്പിച്ചല്ല എന്ന് വിചാരിച്ചിട്ട്. അതൊന്നും കാണാൻ യോഗം നിങ്ങൾക്കില്ലാതെയായിപ്പോൾ എനിക്ക് കാണിച്ചു തന്നേന്. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിന് ഭയങ്കരമായിട്ട് ദാഹിക്കണ പോലെ തോന്നി. നമ്മൾ വെള്ളമൊന്നും എടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടൊരു വെള്ളം മേടിച്ച് അവൾക്ക് കൊടുത്തു. ഞങ്ങളും വെള്ളം മാത്രം കുടിച്ച്. പിന്നെ ഞങ്ങൾക്കൊന്നും കഴിക്കാൻ ആ ഒരു മൂടൊന്നുമുള്ള സമയമല്ല അത്. വീട്ടിൽ പോയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ പോയി നമ്മൾ സ്വസ്ഥമായിട്ടിരുന്നിട്ട്, ഇവിടെ ഈ ചൂടത്ത് ഒന്നും തന്നെ നമുക്ക് കഴിക്കാൻ, ഇവിടെ ഐസ്ക്രീമൊക്കെ സൈഡിലുണ്ട്, പക്ഷേ നമുക്കൊന്നും തന്നെ കഴിക്കാനൊന്നും തോന്നില്ല. അത് ഇവിടം വരെ വന്നോളൂ കേട്ടോ. ഇനി അപ്പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുന്നുംപുറത്തിരിക്കുന്ന ബംഗ്ലാവിനെ ഫോട്ടോ എടുത്ത് വീഡിയോ ഞാൻ ഇടയ്ക്ക് കാണിക്കാറില്ല. അത് ഒന്നുകൂടി എടുക്കണം, എത്ര കണ്ടാലും മതിയാവില്ല. പക്ഷെ അത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാനായിട്ട് ഒത്തിരി കുറച്ചും കൂടി അങ്ങോട്ട് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിൻ്റെ അറ്റത്ത് പോയി നിന്നിട്ട് ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കും കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ പോയി അങ്ങനെ നിന്ന് ഫോട്ടോയൊന്നും എടുത്തിട്ടില്ല. നേരത്തേക്ക് ഏതൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോയൊന്നും എടുക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഇവിടെ വന്നതിലിടാ ഒരു സെൽഫി, ഒരു 3 കൂടി ഉള്ള ഒരു ഫ്രെയിം വേണ്ടേ എന്നും പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുക്കണേ എനിക്ക് കാണുന്നത്. അന്ന് ഇവരെ ഒരു ഫോട്ടോ എടുത്തതാ, അതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയാണ്, ഇവർക്ക് ഫോട്ടോയൊന്നും ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ഞാൻ തന്നെ പതിയെ ഒരു ഇതൊക്കെ എടുത്ത്. അപ്പോൾ റോജറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് കൈക്ക് നീളമുള്ള ആരെങ്കിലും ഒരു സെൽഫി എടുത്താൽ കൊള്ളായിരുന്നു. അപ്പോൾ പിന്നെ റോജർ അന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഇത്, എൻ്റെ പൊന്നെ. അങ്ങനെ ഫോട്ടോ എടുക്കണ ആളുകളാണെങ്കിൽ എത്ര ഭംഗിയായിട്ട് ഇവിടെ നിന്നിട്ട് നല്ല ഒരു പോസ് ചെയ്തിട്ടൊക്കെ ഫോട്ടോ എടുക്കാമല്ലേ. അതിനൊന്നും ഈ പിള്ളേർ നിൽക്കില്ല. ഇവർക്ക് ഇവരുടെ ഫോട്ടോയും വേണ്ട, ഒന്നും വേണ്ട. ഇവർക്ക് കണ്ണാടി പോലും നോക്കണത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാനാണ്. അങ്ങനെ അവിടെ വലയൊക്കെ എറിയണതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന്. അപ്പോൾ റൂബി ഇതാണ് അവസ്ഥ. ഇനി പോകാമെന്നും പറഞ്ഞുകൊണ്ട് വേഗം ഞങ്ങൾ നടക്കണേണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇപ്പോഴും. ഈ ഒരു വെയിലത്താണെന്നുണ്ടെങ്കിലും ആളുകൾ അങ്ങനെ ബീച്ചിൽ ഒരുപാടുണ്ട്. അപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്കാണ് നേരിട്ട് പോയതെങ്കിൽ ഈ നേരം കൊണ്ട് എൻ്റെ ചപ്പാത്തിയും കറി റെഡിയായാൽ എന്നാണ് ഞാനിപ്പോഴും ചിന്തിക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോഴും എൻ്റെ ചിന്ത, എൻ്റെ ദൈവമേ, ഇനി വീട്ടിൽ ചെന്നിട്ട് കിടക്കാൻ പരുവത്തിലാണ് നമ്മൾ ചെല്ലണത്, അത്രയും ചൂടാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇരിക്കാൻ പോലും നേരമില്ല. നമ്മുടെ ലഞ്ചിൻ്റെ സമയമായി വന്നല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ അതാണ് നമ്മളുടെ മനസ്സിലെ ഒരു വിഷമം. സ്ത്രീകൾക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളുടെ പരേഡ് ഗ്രൗണ്ടാണ് കാണാം. പരേഡ് ഗ്രൗണ്ട് വഴി ഇങ്ങോട്ട് പോകുന്നതാണ്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ആ മരങ്ങളൊക്കെ നിറയെ തിങ്ങി നിൽക്കണേണ് ചുറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തണലാണ് കേട്ടോ. അവിടെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ചുറ്റുമൊക്കെ നടക്കണമെങ്കിൽ നല്ല സുഖമാണ്, ചൂടാ ഒന്നുമില്ല. അപ്പോൾ റൂബി ഭയങ്കര ചൂടെടുത്തിരിക്കണോണ്ട് തന്നെ ഞാൻ റൂബിനെ എൻ്റെ അടുത്ത് ഇരുത്തിയില്ല. കാരണം എ സി ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് കുറവായിരിക്കുള്ളൂ. അപ്പോൾ അവൾ എ സിയുടെ വെൻറ്റിൻ്റെ അവിടെ നല്ല കട്ട തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ അവൾ അവിടെ ഇരുന്ന്, സാധാരണ ഞാനുണ്ടെങ്കിൽ എൻ്റെ കയ്യിലേ ഇരിക്കുകയുള്ളൂ, അവിടെ ഇരുന്ന് തണുത്തിട്ടൊക്കെയാണ് അവൾ വീടെത്തിയത്. അപ്പോൾ അതേ വീടെത്തിയപ്പോൾ ഉള്ള സമയമാണ് 12 മണി കഴിഞ്ഞിരിക്കുന്നത്. അവർ റെസ്റ്റ് ചെയ്യണതാണ്. റോജറൊക്കെ കിടന്നു കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ചെയ്യണതാണ്. ഇനിയിപ്പോൾ പണി നമുക്കാണ് ബാക്കി. അപ്പോൾ ഇത് ഓർത്തിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞത് അല്ലെങ്കിലും എവിടെയും പോകാൻ ഇറങ്ങിയാൽ മമ്മി അപ്പം ഉടക്ക് പറയും, ഇറങ്ങൂല. ഇറങ്ങാത്ത കാര്യം നമുക്ക് പിന്നെ റെസ്റ്റില്ല, നമ്മൾ പണിയോട് പണിയല്ലേ നേരം. അപ്പോൾ വന്നു കഴിഞ്ഞ് ഇനി ഉടുപ്പ് മാറാനുള്ള നേരമൊന്നുമില്ല. കണ്ട സമയം
സമയം 12:09. ഇനിയിപ്പോൾ നിന്നാലല്ലേ നമുക്ക് കറി ഉണ്ടാക്കലും ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും നിന്ന് ചെയ്യണം, അവിടെ തന്നെ മാറാതെ നിൽക്കണം. പിന്നെ ഏതായാലും ചോറ് ഞാൻ വെച്ച്, കാരണം ഉച്ചക്കുള്ള ചോറേ ഉണ്ടാവുള്ളൂ, അത്യാവശ്യം ചോറേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ഇങ്ങനെ തികയാതെ വന്നാലോ, അന്നേ പിന്നെ കുക്കറിൽ ഇത്തിരി അരിയും കൂടി ഇട്ടേക്കാം എന്ന് വിചാരിച്ച് ഏതായാലും ഈ കൂട്ടത്തിൽ കൂടി കുക്കറിൽ ചോറും വെച്ച്. ചിലപ്പോൾ എടുത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും രാത്രി ചോറ് വേണം. അപ്പോൾ അതുകൊണ്ട് ഏതായാലും കൂടി വെച്ച് ചോറ്. ഇനിയിപ്പോൾ അത് സാവധാനം അവിടെ ഇരുന്നിട്ട് ചെറിയ തീയിൽ ഒന്ന് ഇത്തിരി ഇങ്ങനെ ആ ഒരു ആ വിസിലിൻ്റെ അവിടെ നിന്ന് പുക ഇങ്ങനെ വരാൻ തുടങ്ങും, തിളക്കണ ഒരു സ്മെല്ലും ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഓഫ് ചെയ്തിടും കേട്ടോ. വിസിലടിപ്പിക്കാതെ അങ്ങോട്ട് ഓഫ് ചെയ്തിടും. പിന്നെ അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം എടുത്തിട്ട് അങ്ങോട്ട് വാർത്തിടുക. അതാണ് ചെയ്യണത് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കനും ഒക്കെ കഴുകി പീസാക്കി അതുകൂടി കൊണ്ടുവന്ന് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അതും കൂടി ചോപ്പ് ചെയ്യാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ തക്കാളി പ്യൂരി ഇട്ടിട്ടുള്ളൊരു കറിയാണിന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി ചേർക്കുന്നില്ല, അല്ലാതെ നമ്മുടെ കറിക്ക് തിക്കായിട്ട് ഒരു ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് തക്കാളി പ്യൂരി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേഷന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും ചെറുനാരങ്ങ നീരുമാണ് ഇടേണ്ടത് കേട്ടോ. ആ 3 സാധനവും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ചെറുനാരങ്ങ നീരിടാൻ മറന്നുപോയി ഞാൻ, ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ടാണ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി ആ കൂട്ടത്തിൽ ഇട്ടിട്ട് അത് പുരട്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കറിയുടെ ഇത് വഴറ്റാൻ നിന്നാൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണെങ്കിൽ ഈ ചിക്കൻ്റെ ഒപ്പം പുരട്ടി വെക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാനത് വഴറ്റാമെന്ന് വിചാരിച്ച് സവാളുടെ ഒപ്പത്തിനിട്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കുഴച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സവാളയും പച്ചമുളകും മാത്രം വഴറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞളും പിന്നെ ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണെങ്കിൽ അത്, പിന്നെ ചെറുനാരങ്ങ നീര്, അത്രയും കൂടി നമ്മൾ പുരട്ടി വെച്ച ചിക്കനാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ വഴറ്റിയാണെന്ന് പറഞ്ഞല്ല. പിന്നെ ഇതിനകത്തേക്ക് മുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. വേറെ പൊടികളൊന്നും തന്നെ ഇല്ല, മുളക് പൊടി ഗരം മസാല മാത്രം. ഈ 2 പൊടികൾ ഇതിനകത്ത് ഇട്ടിട്ട്, അതായത് ചിക്കനൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ മുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി. അപ്പോഴേക്കുമാണ് ചെറുനാരങ്ങ ഇട്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി ഈ സമയത്താണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇനി അത് ടൊമാറ്റോ ഒരു 2-3 എടുക്കാം. അതിൻ്റെ കൂടെ ഇത്തിരി പുതിനയിലാണ് കേട്ടോ നമ്മൾ അരച്ചത്. ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അരക്കാൻ ഞാൻ പേടിച്ചിട്ട് കുറച്ച് ഇട്ടുള്ളൂ, കാരണം ചിലപ്പോൾ ഇവർക്ക് പുതിനയുടെ ആ ഒരു ടേസ്റ്റ് അധികം ഇഷ്ടപ്പെടില്ല. പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 2 പിടി നിറയെ പുതിനയില ഇട്ടിട്ട് അരക്കാട്ടോ ഈ ടൊമാറ്റോൻ്റെ കൂടെ. അപ്പോൾ ടൊമാറ്റോയും പുതിനയിലയും കൂടി അരച്ച പേസ്റ്റാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടത്. ഇത്രയേ ഉള്ളൂ ഈ കറിയുടെ ഒരു മസാലകൾ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, നല്ല തിക്ക് ഗ്രേവിയുള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ റയൻ വന്നിട്ടാ. റയനെ ഞാൻ വിളിച്ചില്ല, കാരണം റൂബിനൊക്കെ എടുത്ത് പിടിച്ച് നടന്നതുകൊണ്ട് തന്നെ അവനും ടയേർഡായിരിക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ശീലമാണല്ലോ, നമ്മൾ ഈ നിന്ന നിപ്പിൽ ജോലികൾ ചെയ്ത് വീട്ടമ്മമാരത് ശീലിച്ചേക്കുന്നു. അതുകൊണ്ട് സാറില്ല, നമുക്കത് ചെയ്യാം. പക്ഷേ റയൻ വന്ന് അവൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ അമ്മായിയപ്പൻ്റെ പോലെയാണ്, എന്നോട് ഭയങ്കര വഴക്കൊക്കെ പറയോട്ടാ നിന്ന്. തമാശക്കാണ്, എങ്കിലും ഭയങ്കര ഭരണമൊക്കെ ഭരിച്ചാണ് നിൽക്കുന്നത് ആൾ. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. റയൻ എപ്പോഴും അങ്ങനെയാണ്, ഭരണമൊക്കെ ചെയ്യും. ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കണ പോലെയൊക്കെ ഭരിക്കും നമ്മളെ. പക്ഷേ എല്ലാം തമാശയിലാണ് ആൾ പറഞ്ഞത്. അപ്പം ഞാൻ പറയും, എടാ നീ ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും നീ സീരിയസ് ആണെന്ന് വിചാരിക്കും. അത് നമ്മൾക്ക് മാത്രമല്ല അറിയാൻ പാടുള്ളൂ, നീ ഇത് തമാശ രൂപത്തിലാണ് പറയണത്. അപ്പം അടുത്ത വീട്ടുകാർ കേൾക്കുമ്പോൾ അവർ വിചാരിക്കും, അയ്യോ ആ കൊച്ചു അമ്മേനെ ഭയങ്കരമായിട്ട് ഭരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ റയൻ ഭയങ്കര രസമുണ്ട്. റയൻ എനിക്കത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ചിരിച്ചായിരിക്കും ഞാൻ നിൽക്കണം ഇവൻ പറയണതൊക്കെ കേട്ട്. ഇപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ചില സമയത്തൊക്കെ ഞാനിവനെ വിളിക്കൂല. അവൻ പറയും, മമ്മി ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ വിളിച്ചോ, ഞാൻ വന്ന് ഉണ്ടാക്കിത്തരാം. പക്ഷേ ഞാൻ വിളിക്കൂല, കാരണം അവർ ആ സമയത്ത് എന്തെങ്കിലും ചെയ്യണത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുക അവരത് ചെയ്തിരുന്നോട്ടെ. എന്ത് ചെയ്യാനും മനസ്സുള്ള കുട്ടികളല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യിക്കാൻ തോന്നില്ല. പക്ഷേ അങ്ങനെ വിളിക്കാതെ ഞാനെങ്ങാനും ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഭയങ്കര ചീത്ത വിളിയാണ്.
എൻ്റെ ചെവിക്കൊക്കെ പിടിക്കും വന്ന് അങ്ങനെ ഭയങ്കര ഒരു കോമഡിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവനറിയാം ഇന്ന് മമ്മി എന്നെ വിളിക്കൂല. അവൻ ഓടി വന്നതാണ്. അവനത് ശ്രദ്ധിച്ചിരുന്നേച്ച് മമ്മി അവിടെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ പോകണമെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ട ഈ കറി കണ്ട നല്ല ടേസ്റ്റുള്ള നല്ല ഗ്രേവിയുള്ള കറിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പപ്പതേ ചോറും കറിയും പിന്നെ കാലത്തെ തേങ്ങപ്പാലില്ലേ, ആ തേങ്ങപ്പാലും ചപ്പാത്തി മുക്കിയിട്ട് അതൊക്കെയാണ് കഴിച്ചോണ്ട്. ചോറും കറിയും കഴിച്ച് അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചപ്പാത്തി മുക്കിയിട്ടൊക്കെയാണ് കഴിക്കണം. പപ്പക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ കഴിച്ചോളും. ചക്കയും ചോറും കൂടിയൊക്കെ കഴിച്ചോളും. ചക്ക ചോറെന്ന് പറയുമ്പോൾ അങ്ങനെ കഴിക്കുമല്ല എന്ന് കമൻസിൽ കണ്ടായിരുന്നു. അത് പഴുത്ത ചക്കയാണെന്ന് അവർക്ക് അറിയില്ല. അവരുടെ വിചാരം പച്ച ചക്കയും കറിയും കൂടി ചോറിൻ്റെ കൂടെ കഴിക്കും, ചക്കപ്പുഴുക്ക് അതായിരിക്കുള്ളൂ ആളുകൾ വിചാരിക്കണം. പഴുത്ത ചക്കയും ചോറും കൂടിയാണ് പപ്പ കഴിക്കണത്. പപ്പക്ക് അതൊക്കെ ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. എന്തെങ്കിലും ആകട്ടെ, പപ്പയുടെ ഇഷ്ടം പപ്പ ചെയ്യട്ടെ, നമുക്ക് വേണ്ടെങ്കിൽ നമ്മ ചെയ്യാതിരുന്നാൽ മതിയില്ല. അങ്ങനെ ഞാൻ വേർതൊട്ടി നാശമായിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ച്. ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വേഗം പോയിട്ട് ഞാൻ കുളിച്ച് ആ ഉടുപ്പും മാറിയിട്ട് വെറുതെ ആ ഒരു നൈറ്റി എടുത്തിട്ട് സമാധാനമായി കിടന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് മാങ്ങ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാങ്ങ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്കിനി ചെത്താനുള്ള ആരോഗ്യമില്ല, അത്രയും ഞാൻ തളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ മാങ്ങയെന്ന് നോക്ക്, അത് ചീത്തയാകാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി എനിക്ക് വയ്യ ചെയ്യാനായിട്ട്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുളിച്ചിട്ട് ഞാൻ വന്ന് കിടക്കണം. അപ്പോൾ പപ്പ എന്ത് ചെയ്ത്, പപ്പ അതിനകത്തുനിന്ന് 2 മാങ്ങ എടുത്ത് ചെത്തി കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ 2 മാങ്ങ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ബാക്കി മാങ്ങ ആരെടുക്കും? എൻ്റെ കൈ ചെല്ലാൻ വേണ്ടിയാണ് ഈ നോക്കിയിരിക്കുന്നത്. ഈ വീട്ടിലുള്ള സാധനങ്ങൾ ആർക്ക് വേണമെങ്കിലും എടുക്കാമല്ല. അപ്പോൾ ഏതായാലും പപ്പ 2 മാങ്ങ ചെത്തി കഴിച്ചില്ല, അതുപോലെ ആ മറ്റേ മാങ്ങയൊക്കെ ഒന്നും കൂടി ചെത്തെന്ന് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് വയ്യ, തളർന്ന്. അപ്പോൾ അത് ചെത്തി കൊണ്ടുവന്നിട്ട് നമ്മളുടെ കട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാണ്. അത് ഞങ്ങളും കഴിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചൊന്നുമില്ല, ഇവർ കുട്ടികൾ കഴിച്ച്. റൂബി എന്തോ കഴിക്കണം അവിടെ ഇരുന്ന്. അപ്പോൾ റൂബിക്ക് ഇത്തിരി കൊടുത്ത്. അങ്ങനെ നമ്മൾ കിടന്ന് എഴുന്നേറ്റ് വൈകുന്നേരമായി. ഇപ്പോൾ റോജർ ജിമ്മിൽ പോകാൻ ഇറങ്ങണതാണ്. അപ്പോൾ അവന് ഈ ഒരു മാംഗോ ബാക്കിയുള്ളതിൻ്റെ ഒരു ജ്യൂസ് അടിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചസാര ഉള്ളത് അവന് ഇഷ്ടമല്ല, പക്ഷേ ഈ മാങ്ങ ഒട്ടും മധുരം ഉണ്ടാകുന്നില്ല, കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തിരി പഞ്ചസാര ഇട്ട് അതൊന്ന് ജ്യൂസാക്കിയിട്ട് റോജറിന് കൊടുത്തിട്ടാണ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും നടക്കാനൊക്കെ പോകണം. അപ്പോൾ റോജർ ഇറങ്ങിയതിൻ്റെ പുറകെ ഞാൻ നടക്കാനായിട്ട് ഞാനും പോയിട്ടാണ്. അപ്പോൾ ഇനി വന്ന് കയറണമെങ്കിൽ പപ്പക്ക് കൊടുക്കാനായിട്ട് കറി ഒരിത്തിരി കുറവാണ്, ഉച്ചക്ക് ഉണ്ടായിരുന്നു. ഇനി ചിക്കൻ കറി പപ്പ കഴിക്കില്ല. അപ്പം ഞാൻ നടക്കാനൊക്കെ പോയി വന്ന് ഉടുപ്പ് മാറുന്നതിന് മുൻപ് തന്നെ പപ്പക്കുള്ള ഒരു മുട്ട പൊരിച്ചിട്ട് അതും ചോറും കൂടി അങ്ങോട്ട് കൊടുത്തിട്ട് പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോജർ വിളിച്ച്, ജിമ്മിൽ നിന്ന് വിളിച്ചേക്കണേണ്, മമ്മി റയൻ്റെ അടുത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറ, ഞാൻ ദേ വന്നിട്ടുണ്ട്, എന്നിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഫലൂദ നാഷണലും ചിക്കിങ്സിലും പോയിട്ട് അതൊക്കെ മേടിച്ച് കൊണ്ടുവരാം. ഇപ്പോൾ എനിക്ക് ഫലൂദ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തിട്ട് ഫലൂദ കഴിക്കുമല്ല. അപ്പോൾ എനിക്ക് ശരിക്കും അവിടെ പോയിരുന്നിട്ട് കഴിക്കാനാണ് ഇഷ്ടം. കാരണം അതിൻ്റെ ആ ഒരു ഐസ്ക്രീമൊക്കെ ഒട്ടും തന്നെ മെൽറ്റാകാതെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിരുന്ന് തന്നെ കഴിക്കണം. ഇപ്പം നമ്മളുടെ ഇവിടെ ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് വന്ന വഴിക്ക് ചൂട് കൊണ്ട് തന്നെ ഐസ്ക്രീം മെൽറ്റായിട്ടുണ്ടാവും ഫലൂദയുടെ അകത്തുള്ള. അപ്പോൾ ഇത്തിരി വെള്ളം പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിരുന്ന് കഴിക്കണം എന്നൊരു ചിന്തയിൽ ഞാൻ അങ്ങനെ റോജർ വരട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിന്നെങ്കിലും നമ്മളുടെ സാഹചര്യത്തിൽ പോകാൻ പറ്റിയില്ല. റോജറിന് ഒന്നാമത് വർക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ റോജറിന് ഇറങ്ങാനും പറ്റിയില്ല, എവിടേക്കും പോകാനും പറ്റിയില്ല. നമ്മൾ ഫോറം മോളിലൊക്കെ പോയി കറങ്ങാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. എനിക്ക് പോകാൻ വലിയ താല്പര്യമില്ല, എങ്കിലും ഇവരെന്നെ വഴക്ക് പറയുമല്ലോ എന്ന് വിചാരിച്ച് കൂടെ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ റോജറിനും സമയം കിട്ടിയില്ല, അങ്ങനെ ഒരു സ്ഥലത്തും പോകാൻ സാധിച്ചില്ല. അപ്പോൾ അതിന് പകരം എന്നെ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഫലൂദയും ചിക്കിങ്ങൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇന്ന് നിൽക്കുന്നത്. അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് റയനെ കൊണ്ട് റോജർ പോയിട്ടാണ്. അപ്പോഴേക്കും ഞാനേ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ ഇട്ട് വെച്ചാണ്. അപ്പോൾ രാത്രി നമ്മൾ ഇതൊന്ന് വേവിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ കറി ഉണ്ടാക്കാൻ എളുപ്പം. പിറ്റേ ദിവസം കടലക്കറിയും പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 1 കിലോ കടല അങ്ങനെ തന്നെ വേവിച്ചിട്ടുണ്ട്. വേവിച്ച കടല പകുതി എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും, പകുതി കറി വെക്കും, അങ്ങനെ ചെയ്യണം സാധാരണ. അപ്പോൾ അതും ഒന്ന് വേവിക്കാനൊക്കെ വെച്ചിട്ടാണ്. പിന്നെ വെള്ളയപ്പത്തിനുള്ള മാവ്, പുട്ടും ഉണ്ടാക്കുന്നുണ്ട്, വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ചെയ്യണം. അപ്പോൾ ആ നേരം കൊണ്ട് ഇവർ ഫലൂദയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടാ. അപ്പോൾ പപ്പ ഊണ് കഴിക്കാൻ തുടങ്ങി അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഫലൂദ ഏതായാലും ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് പറഞ്ഞാൽ അത് അബദ്ധമായിപ്പോയി. ഫ്രീസറിൽ വെക്കണമായിരുന്നു, ഫ്രിഡ്ജിലാണ് വെച്ചത്, അത് മെൽറ്റായിപ്പോയി, മൊത്തത്തിൽ പാലും വെള്ളം പോലെ ആയിപ്പോയി.
അങ്ങനെ ഞാനും കുളിക്കാൻ പോയി, റോജറും കുളിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാനിരുന്നത്. അപ്പോഴാണ് ഫലൂദ പുറത്തേക്ക് എടുത്തപ്പോഴത്തേക്കും ഫലൂദയുടെ അവസ്ഥ ദയനീയമായിട്ട് കണ്ടത്. പിന്നെ ഇവർ മേടിച്ച ചിക്കനും അതിൻ്റെ ഫ്രൈസ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ, അതിനകത്തുനിന്ന് ഒരു പീസ് ചിക്കൻ ഞാനെടുത്ത് കഴിച്ചു. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒട്ടും ദശയില്ലാത്ത കോഴിനെയാണ് അവർ ഫ്രൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴിനെ ഒരു ഇത്തിരി വലിപ്പത്തിൽ തോന്നാൻ വേണ്ടിയിട്ട് ഉള്ള കണ്ട മാവും എല്ലാം കൂടി മുക്കി വണ്ണം കൂട്ടിയിട്ടാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ എത്ര തന്നെ ഇതിൽ പിടിച്ചാലും ഉള്ളിലേക്ക് ഈ മൊരിഞ്ഞ സംഭവം മാത്രമേ ഉള്ളത്, അല്ലാതെ ചിക്കൻ്റെതായ ആ ഒരു മാംസം ഒന്നും ഒട്ടും തന്നെ ഇല്ല. അപ്പം ഇന്ന് പൈസ മുടക്കിയതൊക്കെ മൊത്തത്തിൽ കുളമാണെന്ന് വേണം പറയാനായിട്ട്. ഫലൂദ അങ്ങനെ വെള്ളം പോലെയും ആയിപ്പോയി. ഇതാണെങ്കിൽ ഒട്ടും തന്നെ മാംസവും ഇല്ല. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് നാളെ കാണാം. താങ്ക്